റെഡിനകത്ത് പിടിച്ചിട്ടുണ്ട്. നിങ്ങളെ പിടിക്കട്ടെ, നടന്നു വരുന്ന കളിക്കാരെ എല്ലാം പിടിച്ചേക്കാം. ദീദിക്ക് ഗുഡ് മോർണിംഗ് കൊടുക്കാനാണ് ഇതിലേ വന്നേ, കളിക്കാൻ പാതേ. ആ കളിച്ചോ 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 കളിച്ചോ. ഗ്രൂപ്പിനകത്ത് ഇടുമ്പോ എന്റെ വർത്താനം മാത്രം കേൾക്കണം. അയ്യോ ബാക്ക്ഗ്രൗണ്ട് പിടിച്ച ഞാനാന്നേ പിടിച്ചേക്കുന്ന കൂട്ടുകാരെ. അയ്യോ കൊള്ളാം. ദീദിക്ക് പിന്നെ മലയാളം അറിഞ്ഞുകൂടാത്തോണ്ട് കുഴപ്പമില്ല, എന്തോ പറയുന്നേന്നുള്ളത് കാര്യങ്ങൾ. എൻ്റെ അപ്പാ രമയുടെ ഒന്നും ഒരു വിവരവും ഇല്ല. രമ വല്ലപ്പോൾ ഞാൻ ഇവിടെ ഇല്ല, ഞാൻ 2-3 ദിവസം വിളിച്ചിടക്കാൻ വെല്ലുണ്ടായിരുന്നു മോളെ, എടുക്കുന്നില്ല. വന്നിട്ട് ഞാൻ തലേന്ന് വിഷുവിൻ്റെ തലേന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാ, പിന്നെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി എടുത്ത്, അതുകൊണ്ടൊക്കെ പിന്നെ ഭയങ്കര തിരക്കാ എന്ന് പറഞ്ഞ്. ഇനി പെയിൻ്റ് എടുക്കാരെ കിട്ടിയോന്നൊക്കെ ആർക്കറിയാം. പിന്നെ സന്ധ്യ അവിടെ നിന്ന് അവള് വന്ന് ഇത്ര നാളോട് അവള് ചെയ്യും അവിടെ. എന്നാ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാനായിരുന്നു. സന്ധ്യ വരുന്നില്ലല്ലോ ഇങ്ങോട്ട്. ദീദി ചാടി ചാടി കളിക്ക് ദീദി. ആ ദീദിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു മോളെ. ഇപ്പൊ ചുമപ്പ് കാണാനില്ല, എൻ്റെ കൈ താന്നോ എന്തോ. ഇപ്പൊ ചുമപ്പ് കാണാനില്ല, എൻ്റെ കൈ താന്ന് പോയോ എന്തോ. അയ്യോ എൻ്റെ പൊന്നേ. ആലിസ് മാമ പിന്നെ ഇന്നലെ നാട്ടിൽ വന്നിട്ടുണ്ട്, തിരുവല്ലായി വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് പിന്നെ അവരുടെ ഹസ്ബൻഡിന് പിന്നെ തിരിച്ച് വരാൻ ഡൽഹിയിൽ നിന്നാണ് ടിക്കറ്റ് കൊടുത്തേക്കുന്നത്. അന്നേരം പിന്നെ 25-ാം തീയതി എങ്ങാണ്ടാ ഒരു പിന്നെ നാട്ടിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഫ്ലൈറ്റിന് അങ്ങ് ഡൽഹിക്ക് ചെല്ലാൻ. ഇവിടെ 5-ാം തീയതി 6-ാം തീയതി എങ്ങാണ്ടാ, മെയ് 5-ാം തീയതി 6-ാം തീയതി എങ്ങാണ്ടാ വരുന്നത്. അന്നേരം അവർ ഇന്നലെ പിന്നെ ഡൽഹിയിൽ നിന്ന് ചെന്നൈയിൽ ഇറങ്ങി, ചെന്നൈയിൽ നിന്ന് പിന്നെ നേരെ അവിടെ തിരുവനന്തപുരം ആണോ എന്തോ എവിടെ ഇറങ്ങിയെന്ന് എനിക്കറിയാൻ വയ്യ. അവിടെ കൂടെ ദീദി പിന്നെ ഗ്രൂപ്പിനകത്ത് കളിക്കുന്നതൊക്കെ ഫോട്ടോ ഇട്ടേക്കെ കാണാം, ഈ വീഡിയോസ് ദീദീൻ്റെ കാണാം. അപ്പാ നോക്ക്, ഇതിനകത്താണോ നോക്കേണ്ടത്, ഇതിനകത്താണോ നോക്ക് പിടിച്ച്.